ടൈം ആൻഡ് വർക്കിൽ തന്നെ അത്ര ബേസിക് അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് A can do a piece of work in 120 days and B can do it in 150 days. A 100 ദിവസം കൊണ്ട് ഒരു വർക്ക് തീർക്കും, B 150 ദിവസം കൊണ്ട് വർക്ക് തീർക്കും. ഓക്കെ, പിന്നെ അടുത്ത പറഞ്ഞേക്കുന്നത് അവർ രണ്ടുപേരും 20 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബി ലീവ് ചെയ്തു, എന്നിട്ട് എ അലോൺ കണ്ടിന്യൂസ് ദ വർക്ക്. പിന്നീട് അങ്ങോട്ട് എ ആണ് വർക്ക് ചെയ്യുന്നത്. 12 days after that വീണ്ടും ഒരു 12 ദിവസം കഴിഞ്ഞിട്ട് സി ജോയിൻസ് എ ജോയിൻ ചെയ്യാണ്. സിയുടെ കേസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് സി വന്നേക്കുന്നത്. ആൻഡ് ദ വർക്ക് ഈസ് കംപ്ലീറ്റഡ് ഇൻ 48 days മോർ. 48 ദിവസത്തിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തേക്കണം. അപ്പൊ ഇത്രയും നേരം പറഞ്ഞേക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതാണോ ഫൈനൽ ക്വസ്റ്റ്യൻ അത് ചെയ്യാനുള്ള ഡാറ്റയ്ക്ക് ആവശ്യമായുള്ള സെന്റൻസ്. ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് ഹൗ മെനി ഡേയ്സ് സി ക്യാൻ സി ഡു ഇറ്റ് ഇഫ് യു വർക്ക്സ് അലോൺ. സി ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ആദ്യം തന്നേക്കുന്നത് എയും ബിയുടെ കേസാണ്. അതായത് എയുടെ 120 ദിവസം കൊണ്ട് തീർക്കുന്ന വർക്ക് ആണ് ബി 150 ദിവസം കൊണ്ട് തീർക്കുന്നത്. അപ്പോൾ എ ഇവിടെ എയുടെ 120 ദിവസത്തെ വർക്ക് ആണ് ബി 150 ദിവസം കൊണ്ട് തീർക്കുന്ന പറയാം. അപ്പൊ ടോട്ടൽ വർക്ക് A × 120 അല്ലെങ്കിൽ B × 150 എന്ന് പറയാം. നമുക്ക് A by Bയുടെ വാല്യൂ ഇവിടുന്ന് കണ്ടുപിടിക്കാം. അത് 150/120 ആണ്, 15/12 ആണ്, അല്ലെങ്കിൽ 5/4 ആണെന്ന് പറയാം. അങ്ങനെ ടോട്ടൽ വർക്ക് നമുക്ക് ഇവിടുന്ന് ഇപ്പൊ തന്നെ കണ്ടുപിടിച്ച് വെച്ചേക്കാം. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 5 × 120 അല്ലെങ്കിൽ 4 × 150 600 ആണെന്ന് പറയാം. ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് ദേ വർക്ക് ടുഗദർ ഫോർ 20 days. അതായത് ഇവർ എയും ബിയും കൂടി 20 ദിവസം വർക്ക് ചെയ്തേക്കാണ്. ദെൻ ബി ലീവ്സ്. പിന്നെ ബി ലീവ് ചെയ്തു, എ അലോൺ കണ്ടിന്യൂസ് ദ വർക്ക്. എ കണ്ടിന്യൂ ചെയ്യാണ്. 12 days ആഫ്റ്റർ ദാറ്റ് 12 ദിവസം കഴിഞ്ഞിട്ട് സി ജോയിൻ ചെയ്തു. ഇവിടെ വന്നേക്കുന്നത് എയും ബിയും ഒരുമിച്ച് 20 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 20 ദിവസം എന്ന് പറയുമ്പോൾ എയും ബിയും കൂടി 9 എഫിഷ്യൻസി. എയും ബിയും കൂടി വർക്ക് ചെയ്യണമെങ്കിൽ 9 എഫിഷ്യൻസി. 9 × 20 180 വർക്ക് അവിടെ കംപ്ലീറ്റ് ആവും. പിന്നെ അടുത്ത 12 ദിവസം ബി ലീവ് ചെയ്തു. അടുത്ത 12 ദിവസം വർക്ക് ചെയ്യുന്നത് എ മാത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് സി വരുന്നത്. അപ്പൊ അടുത്ത 12 ദിവസത്തിൽ എ മാത്രം വർക്ക് ചെയ്യുമ്പോൾ എയുടെ 5 എഫിഷ്യൻസിയിൽ 12 ദിവസം 60 വർക്ക് അവിടെ കംപ്ലീറ്റ് ആവും. പിന്നെയാണ് സി ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഡേയ്സിൽ വർക്ക് കംപ്ലീറ്റഡ് ഇൻ 48 days മോർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇനി ഒരു 48 ദിവസം ഉണ്ട്. ആ 48 ദിവസം വർക്ക് ചെയ്തേക്കുന്നത് എയും സിയും കൂടിയിട്ടാണ്. അപ്പൊ അവിടെ എത്ര വർക്ക് ചെയ്താൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ 150ഉം 60ഉം 240 വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഇവിടെ ചെയ്തേക്കുന്നത് ബാക്കിയുള്ള 600 മൈനസ് 240 360 വർക്കാണ് ഇവിടെ തീർത്തേക്കുന്നത്. 360 വർക്കാണ് തീർത്തേക്കുന്നത്. എത്ര ദിവസം കൊണ്ട്? 48 ദിവസം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ 360/48 ഇവരുടെ ഈ ഇവിടെ ഉണ്ടായിരുന്ന എയുടെയും സിയുടെയും എഫിഷ്യൻസി എന്ന് പറയുന്നത് 360/48 ആണ്. അത് 30/4 വരും. 30/4 എന്ന് പറയുമ്പോൾ 7.5 ആണ് എഫിഷ്യൻസി വന്നിരിക്കുന്നത്. എയുടെയും സിയുടെയും എഫിഷ്യൻസി 7.5 ആണ് നട്ടി. നമുക്കറിയാം എയുടെ എഫിഷ്യൻസി ഓൾറെഡി 5 ആണ് നമ്മുടെ കയ്യിലുണ്ട്. ആണെങ്കിൽ സിയുടെ എഫിഷ്യൻസി വരാൻ പോകുന്നത് 2.5 ആയിരിക്കും. നമുക്ക് സിയുടെ എഫിഷ്യൻസി കിട്ടിക്കഴിഞ്ഞു. സിയുടെ എഫിഷ്യൻസി കിട്ടിയെങ്കിൽ എത്ര ദിവസം കൊണ്ട് സി വർക്ക് തീർക്കുക എന്നുള്ളത് നമുക്ക് സിംപ്ലി കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് വന്നിരിക്കുന്നത് 600 ആണ്. 600 സിയുടെ ഡേയ്സ് ആണ്. സിയുടെ എഫിഷ്യൻസി 2.5 ആണ്, അല്ലെങ്കിൽ 5/2 ആണ്. ആണെങ്കിൽ സി എടുക്കുന്ന ഡേയ്സ് 600/5/2 240 ദിവസമായിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ വന്നിരിക്കുന്നത്. നമ്മൾ ചെയ്ത മെത്തേഡ് ഒന്നുകൂടി ഒന്ന് പറയാം. നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നത് എ 120 ദിവസം കൊണ്ട് തീർക്കുന്ന വർക്ക് ബി 150 ദിവസം കൊണ്ട് തീർക്കുന്നതാണ്. അപ്പൊ ടോട്ടൽ വർക്ക് A × 120 അല്ലെങ്കിൽ B × 150 ആണ്. ഇതാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതാണ് ടോട്ടൽ വർക്ക്. അവിടെ A by B വാല്യൂ 5/4 കണ്ടുപിടിച്ചു. ടോട്ടൽ വർക്ക് അവിടെ 5 × 120 അല്ലെങ്കിൽ 4 × 150 ഇത് വേണമെങ്കിൽ എടുക്കാം. 600 കിട്ടി. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഒരു സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ 20 ദിവസം എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്തു. 20 ദിവസം എയും ബി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എയും ബിയും 9 എഫിഷ്യൻസിയാണ് ടോട്ടൽ വരുന്നത്. 20 ദിവസം 9 × 20 150 വർക്ക് അവിടെ കംപ്ലീറ്റ് ആയി. അടുത്ത 12 ദിവസം പറയുന്നത് 12 ദിവസം കഴിഞ്ഞിട്ടാണ് സി ജോയിൻ ചെയ്യുന്നത്. പിന്നീട് 12 ദിവസം കഴിഞ്ഞിട്ടാണ് സി ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അടുത്ത 12 ദിവസം എ മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. അപ്പൊ 12 ദിവസം എ വർക്ക് ആണെങ്കിൽ 12 × 5 എയുടെ എഫിഷ്യൻസി 5. 12 × 5 60 വർക്കാണ് അവിടെ കംപ്ലീറ്റ് ആകുന്നത്. 12 × 5 60 അവിടെ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതുവരെ ടോട്ടൽ 240 വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ സി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വർക്ക് 48 ദിവസം കൂടുതൽ എടുത്തെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത 48 ദിവസം വർക്ക് ചെയ്തിരിക്കുന്നത് എയും സിയും കൂടിയിട്ടാണ്. അപ്പൊ അവിടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള 240 കഴിഞ്ഞിട്ട് 600 240 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 360 വർക്കാണ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇവിടെ 360 വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വാല്യൂ 360 ആണ്. 360 വർക്ക് 48 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എഫിഷ്യൻസി വരാൻ പോകുന്നത് ഇത് എഫിഷ്യൻസിയാണ് 360/48 7/5 ആണ്.
എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എയും സിയും ഒരുമിച്ച് വർക്ക് ചെയ്ത കേസ് ആണല്ലോ ഇത്. അപ്പൊ എയുടെയും സിയുടെയും കൂടിയുള്ള എഫിഷ്യൻസിയാണ് 7.5. എയുടെ എഫിഷ്യൻസി 5 ആണെന്ന് കയ്യിലുണ്ട്. അപ്പൊ സിയുടെ എഫിഷ്യൻസി 2.5 ആണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ സിയുടെ എത്ര ഡേയ്സ് എന്നുള്ളത് 600 ടോട്ടൽ വർക്ക് ബൈ സിയുടെ എഫിഷ്യൻസി 5/2 240 ഡേയ്സ് കിട്ടും.